അർജ് വരുന്നു, ആ അർജിനെ നമ്മൾ ഡിലേ ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്കൊരു ഡിഗ്നിറ്റി എന്നുള്ള ഒരു കാര്യം ഉണ്ടാവുന്നു. എന്താണ് അർജ് സയൻസ്? ഇപ്പോ നിങ്ങൾക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള ഫോണ് കാണാനുള്ള ഒരു അർജ് വരുന്നു. ഓക്കെ, ഇപ്പൊ ഇത് എങ്ങനെയാണ്, ഇതിന്റെ റൂട്ട് എങ്ങനെയാണ് എന്ന് പറയാം. അർജ് വരുന്നു, നിങ്ങൾ ഗൂഗിൾ ക്രോമോ അങ്ങനെ വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിലീഫ് എന്നുള്ളത് ഉണ്ടാവുന്നു അല്ലെ. അർജ് വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, റിലീഫ് എന്നുള്ളത് ഉണ്ടാവും. ഇപ്പൊ ഇതാണ് ഇതിന്റെ പാത എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഈ രീതിയിലാണ് ഉള്ളത്. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അർജ് വരുന്നു, ആ അർജിനെ നമ്മൾ ഡിലേ ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്കൊരു ഡിഗ്നിറ്റി എന്നുള്ള ഒരു കാര്യം ഉണ്ടാവുന്നു. അതായത് നമ്മൾക്ക് വരുന്ന അർജ് എന്നുള്ളത് ഉണ്ടല്ലോ, ഇത് ഇപ്പൊ ഈ ചെയ്യാൻ മാസ്റ്റർബേറ്റ് ചെയ്യാനും ഫോണ് കാണാനും ഒക്കെ തോന്നുന്ന ഈ അർജ് ഉണ്ടല്ലോ, അത് ഒരു കെമിക്കൽ വേവ് ആണ്. എങ്ങനെ? ഈ അർജ് എന്നുള്ളത് ഒരു കെമിക്കൽ വേവ് ആണ്. ഈ അർജ് ആദ്യത്തെ 5 to 15 മിനിറ്റിലേക്ക് ഏറ്റവും പീക്ക് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. ഈ 5 to 15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്രാഷ് ആവും. അപ്പോ നമ്മൾക്ക് വരുന്ന ഈ അർജ് എന്നുള്ളത് ഇത് ശ്രദ്ധിച്ച്, നമ്മളിപ്പോ ഇങ്ങനെയാണ് ഉള്ളത്. ആദ്യത്തെ 5 to 15 മിനിറ്റിലേക്ക് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് ക്രാഷ് ആയി നേരെ താഴെ പോവും. അപ്പോ നമ്മള് ഇതുവരെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അർജ്, ക്ലിക്ക്, റിലീഫ്, അതിനെ നമ്മൾ മാറ്റിയിട്ട് ഈ അർജിനെ 5 to 15 മിനിറ്റ് ഈ സമയത്തിന്റെ ഉള്ളില് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ ആ അർജിനെ നമ്മൾ ഡിലേ ചെയ്യും. അങ്ങനെ ഡിലേ ചെയ്യുന്ന സമയത്ത് അത് താഴേക്ക് പോകും, ക്രാഷ് ആവും. പതിയെ 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 താഴേക്ക് പോകുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാണ്, അർജ് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. അർജ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഒരു പുതിയ ഫോർമുല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. ഇത്രയും ദിവസം അർജ് എന്നുള്ളത് അർജ്, ക്ലിക്ക്, റിലീഫ്, ഈ രീതിയിലായിരുന്നു നമ്മളുടെ ഫോർമുല എന്നുള്ളത് ഉണ്ടായിരുന്നത്. ഇതിനെ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അർജ്, അതിനെ ഡിലേ ചെയ്യുന്നു, നമ്മൾ പലതും ചെയ്ത് ഡിലേ ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരു ഡിഗ്നിറ്റി എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ. കാരണം ആദ്യത്തെ 5 to 15 മിനിറ്റ് ആയിരിക്കും ഇത് ഏറ്റവും പീക്കിൽ ഉണ്ടാവുക. ഈ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രാഷ് ആവും. അപ്പോ ഈ ടൈം വരെ നമ്മൾ ഇതിനെ ഡിലേ ചെയ്താൽ മതി. അത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എങ്ങനെ ഡിലേ ചെയ്യാം? അതിനാണ് ഈ പറഞ്ഞ കോൾഡ് ഷവറും എക്സസൈസും മറ്റു പല കാര്യങ്ങളും, ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നത്. ഡിലേ ആവുന്നുണ്ടാവും. അർജു വന്നു കഴിഞ്ഞാൽ ചെയ്തേ പറ്റൂന്ന് ഒന്നുമില്ല. അതിനെ നിങ്ങൾ ഡിലേ ചെയ്താൽ മതി. അത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഈ അർജു വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കൽ വന്നതല്ലേ, ഇത് ഇനി ചെയ്തില്ലെങ്കിൽ അത് ഇത്രയും ദിവസം നിങ്ങൾ ഇങ്ങനെ വരുന്ന അർജിനെയൊക്കെ ക്ലിക്ക് ചെയ്ത് റിലീഫ് ചെയ്ത് വിട്ട് നിങ്ങളുടെ മൈൻഡിനകത്ത് തോന്നുകയാണ് അർജു വന്നു കഴിഞ്ഞാൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇത് ശരിയാവും. ഈ ടൈം എന്നുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്രാഷ് ആവുന്നുണ്ടാവും. നിങ്ങൾ കോൺഷ്യസ്ലി അത് ഡിലേ ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.